എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു മടുപ്പ് ഫീൽ ചെയ്തു. എന്നാൽ പിന്നെ ഇന്ന് വീഡിയോയൊക്കെ എടുത്ത് അതിലേക്ക് അങ്ങോട്ട് ഫോക്കസ്ഡ് ആവാമെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് തലയിൽ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു. ആദ്യമൊക്കെ ഈ ബെഡ്ഷീറ്റ് മാറ്റാൻ മടിയുള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഇത് മാറ്റാറുള്ളൂ. പക്ഷെ ഇപ്പം ഉണ്ണിയുള്ളത് കൊണ്ട് ഒന്നരാടെങ്കിലും ഇത് മാറ്റേണ്ടി വരാറുണ്ട്. പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ണിയും വന്ന് കൂടെ കൂടാറുണ്ട്. അതുകൊണ്ടൊരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിൽ ചെറിയൊരു പുക കൊടുത്തു. അതെനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ കിവി ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു, ഉണ്ണിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കാര്യമായിട്ട് ചെയ്ത് വെക്കുന്നതൊന്നും ആൾ കഴിക്കാറില്ല. ലാസ്റ്റ് ആകുമ്പോൾ ഇത് ഞാൻ തന്നെ കഴിച്ച് തീർക്കാറാ പതിവ്. ഇത് ഉണ്ണിയുടെ കുളിക്കുന്ന ടബ്ബാ. ഇതിൽ നന്നായി അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായി ഒന്ന് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ താഴെവശത്തൊരു ഹോളൊക്കെ വീണ് എയറൊന്നും കയറാതായി തുടങ്ങി. എന്നാലും ഉണ്ണിക്ക് ഇത് ഇഷ്ടമുള്ളത് കൊണ്ട് ഇപ്പോഴും അതിൽ തന്നെയാണ് കുളിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉണ്ണിക്ക് ഫുഡ് കഴിക്കാറായി. അങ്ങനെ ഉണ്ണിക്ക് ഫുഡൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാനും കഴിച്ചു. ഇന്ന് കൊള്ളി ഇങ്ങനെ പുഴുങ്ങി നാളികേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചോറിൻ്റെ കൂടെ കഴിച്ചത്. പിന്നെ രാവിലത്തെ കടലുണ്ടായിരുന്നു. ഉണ്ണിക്കിന്ന് നെയ്യ് കൂട്ടിയിട്ട് ചോറ് കൊടുത്തേ, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പം നേരെയുള്ള വെല്ലിച്ചൻ്റെ വീട്ടിൻ്റെ പറമ്പൊന്ന് കാണാനായിട്ട് കയറി. ഇവിടെ വെല്ലിച്ചനും മീൻ കൃഷിയും ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ മീൻ കാണിക്കാനായിട്ട് ഉണ്ണീനെങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. വെല്ലിച്ചൻ തീറ്റയെടുത്ത് ഇവിടെ എത്തുമ്പോഴേക്കും എല്ലാ മീനുകളും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മീന് തീറ്റയൊക്കെ കൊടുക്കുന്നത് കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇത് വെല്ലിച്ചൻ മധുരക്കിഴങ്ങൊന്ന് നട്ടു നോക്കിയതാണ്. പിന്നെ ഇവിടെയുണ്ട് കുറേ മീനുകൾ. ഇവിടെയുള്ളതൊക്കെ ചെറിയ മീനുകളാണ്.